കോന്നിയിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? സാറിൻ്റെ പ്രവർത്തനം നല്ലതാണ്. സാറ് മുന്നോട്ട് വരുമെങ്കിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പ്രയോജനമാകും എന്ന് കരുതിയതുകൊണ്ടാണ്. നിലവിൽ എന്താണ് ഒരു പ്രതിസന്ധി തൊഴിലുറപ്പ് മേഖലയിൽ? ഒരുപാട് പ്രതിസന്ധികളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ MGNREGSലെ ഓരോ ദിവസം കഴിയും തോറും ഓരോ ആപ്പുകൾ പുതിയതായി വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ തല പോലും വെട്ടി മാറ്റിക്കളഞ്ഞും വെച്ച് വേറെ പല സെക്ഷനിലും ആക്കിക്കൊണ്ട് തൊഴിലുറപ്പിനെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സാറിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. ഈ കോന്നിയിൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയാണ് വന്നത്. LDFന്റെ സ്ഥാനാർത്ഥി പ്രചരണം എല്ലായിടങ്ങളിലും നടത്തുന്നുണ്ട്. അത് UDFന് ക്ഷീണമാകുമോ? ക്ഷീണമാകത്തില്ല. നല്ല രീതിയിൽ നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കോന്നിയിൽ ആര് ജയിക്കാനാണ് സാധ്യത? UDF ജയിക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണം, അത്രയും പറയുന്നു. അപ്പോൾ നിങ്ങളാണ് കെട്ടിവെക്കാനുള്ള പണം സ്ഥാനാർത്ഥിക്ക് നൽകിയത്, തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കോന്നിയിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? എന്താണ്? നല്ല വിജയം വരയ്ക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. UDF മുന്നോട്ട് വന്നാലെ കൊണ്ട് ഞങ്ങളുടെ ഒത്തിരി കഷ്ടപ്പാട് മാറും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എൻ്റെ ഫോട്ടോയുടെ കാര്യം എന്താ പറഞ്ഞത്? ഓരോ ദിവസം മാറി മാറി വരുന്ന ആപ്പുകളുണ്ടല്ലോ, ആ ആപ്പുകൾ അന്നത്തെ ദിവസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ വരുന്ന തൊഴിലാളി എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയാണ് വരുന്നത്. രാവിലെ അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് 9:30 മുമ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്തെടുത്തില്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ രാവിലെ നമ്മളോട് പറയും ഈ ആപ്പല്ല, അത് ആ സെക്ഷൻ മാറി വേറൊരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട്, അതിനകത്ത് കയറി അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മളുടെ ഹാജരി കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെ അളവിലായാലും എല്ലാ കാര്യങ്ങൾ കൊണ്ടും തൊഴിലുറപ്പിനെ നിർത്തണം എന്നുള്ള ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു ചിന്തയോടുകൂടിയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അവസാനം വരുത്തണമെങ്കിൽ നമ്മുടെ UDF സർക്കാർ കയറിയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. കോന്നിയിൽ ഒരു സാധ്യത എന്താണ്? UDF ആണോ LDF ആണോ? ജയിക്കണമെന്നുള്ളത് ആര് ജയിക്കണമെന്നാണ്? നമ്മുടെ സ്ഥാനാർത്ഥി UDF. കാര്യങ്ങളൊക്കെ സാധിക്കണം. ഞങ്ങൾ ഈ തൊഴിലുറപ്പിന് തന്നെ വലിയ പാടായി. ഫോട്ടോ എടുത്താൽ വലിയ പാടാണ്. ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ അന്ന് ഞങ്ങൾ തിരിച്ചു പോവുക. 2-3 ദിവസം അങ്ങനെ തിരിച്ചു പോയി ഞങ്ങൾ പണിക്ക് വന്നേച്ച്. അതുകൊണ്ട് തൊഴിലുറപ്പൊക്കെ അങ്ങ് സ്ഥിരമായിരിക്കണം ഞങ്ങൾക്ക്. അതുകൊണ്ട് കോന്നിയിലേക്ക് അടൂർ പ്രകാശ് വരുമെന്ന് ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശ് അല്ല, DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലാണ് സ്ഥാനാർത്ഥി. വളരെ സന്തോഷമുണ്ട്. ആരായാലും നമുക്ക് പഠിക്കണം, സന്തോഷമുണ്ട്. കാര്യങ്ങൾ ആരായാലും ഞങ്ങളുടെ കാര്യങ്ങൾ നേടി തന്നാൽ മതി. രണ്ടുപേരിൽ ആരായാലും കുഴപ്പമില്ല. അങ്ങനല്ല പറഞ്ഞത്, UDF തന്നെ ഭരിക്കണം അല്ല പറഞ്ഞ. അടൂർ പ്രകാശ് ആയാലും സതീഷ് കൊച്ചുപറമ്പായാലും പ്രശ്നമില്ല. പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണോ? അടൂർ പ്രകാശ് കോന്നിയിലേക്ക് വരുമെന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ACC പ്രഖ്യാപിച്ചത് സതീഷ് കൊച്ചുപറമ്പിലിനെയാണ്. ആരെയാണ് പ്രതീക്ഷിച്ചിരുന്നത്? തീരുമാനമല്ലല്ലോ, പാർട്ടിയുടെ തീരുമാനം നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പത്തനംതിട്ട കോന്നി നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് കെട്ടിവെക്കാനുള്ള പണം നൽകിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ വിജയം കോന്നിയിൽ ഉറപ്പാണ് എന്നാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കുടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.